എല്ലാവർക്കും ടെക്ലിമിറ്റിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല. നമുക്ക് 40,000 പ്രൈസ് റേഞ്ചിൽ ഒരു പി സി ബിൽഡാണ്. സോ നമുക്ക് ആമസോണിൽ കയറിയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ പാർട്സ് ആണ് നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോ കടന്നേക്കാം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സി പി യുടെ ആണ് നമ്മൾ നോക്കുന്നത്. സി പി ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇന്റൽ കോർ i3 12100F ആണ് വരുന്നത്. എഫ് മീൻസ് ഇതിന് IGB ഉണ്ടാകത്തില്ല. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് GB ആവശ്യമുണ്ട് നമുക്ക് ഡിസ്പ്ലേ ഔട്ട് കൊടുക്കണമെങ്കിൽ. സോ നമുക്കിവിടെ വരുന്നത് 4 കോർ 8 ത്രെഡ് ആണ് വരുന്നത്. 12 MB ക്യാഷ് വരുന്നുണ്ട്. 4.3 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക് വരുന്നത്. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസർ തന്നെയാണ് ഇത് വരുന്നത്. കാരണം ഗെയിമിങ്ങിനൊക്കെ പറ്റിയ പ്രോസറാണ്. സിംഗിൾ കോർ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യമുള്ള ഒരു പ്രോസർ തന്നെയാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഗ്രാഫിക്സ് കാർഡിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ RX 570 ആസ്റോക്കിൻ്റെ RX 570 ആണ് ഉപയോഗിക്കുന്നത്. 8GB GDDR5 വെർഷനാണ്. നിങ്ങൾക്ക് NVIDIA തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വേറെ അവൈലബിൾ ആയിട്ട് ഒന്നുമില്ല. നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ GTA 1650 ആണ്. GDDR6 വേർഷനാണ്. 4GB VRAM ആണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഇത് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 8GB VRAM കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നോക്കാം, കണ്ടോ, ഇവിടെ നമുക്ക് GTA 1650 ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ RX 570 കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 12% ഫാസ്റ്ററാണ് RX 570. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ 4GB VRAM കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവേഴ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഡ്രൈവർ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഡ്രൈവർ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് കാണാൻ അറിയാൻ പറ്റും. ഇത് AMD സൈറ്റാണ്, ഒഫീഷ്യൽ സൈറ്റാണ്. റേഡിയോൺ RX 570 ഇവിടെ കിടക്കുന്നത് കണ്ട 24.7.1 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 24 എന്ന് പറഞ്ഞാൽ 2024 7ാം മാസം Q1 അങ്ങനെയാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് ഡ്രൈവർ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഗ്രാഫിക്സ് കാർഡിൽ ഇപ്പം എൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്ന ഗ്രാഫിക്സ് കാർഡിലും സെയിം ഇതേ ഡ്രൈവർ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഗ്രാഫിക്സ് കാർഡ് ഇതെടുക്കണമായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് പഴയതാണ് ഗ്രാഫിക്സ് കാർഡ് ശരിക്കും പറഞ്ഞാൽ. GTA 1650 പഴയതായിട്ട് വേണം കാണാൻ ഇത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമുക്കിവിടെ VRAM കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1080p അൾട്രാ ഗെയിം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റേഴ്സൊക്കെ നമുക്ക് ഹൈ കയറ്റി കിട്ടാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്ന് നമുക്ക് ഒരു വെട്ടിക്കുറച്ച മെമ്മറി ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളൊന്നും അല്ല ഇതിൽ വരുന്നത്. ഒരു ഒറിജിനൽ ഒരു കറക്റ്റ് ബാൻഡ് വിഡ്ത്താണ് ഇവിടെ വരുന്നത്. ബസ് വിഡ്ത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് നോക്കിയറിയാം മെമ്മറി ബസ് 256 ബിറ്റാണ്. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എനിക്ക് നോക്കുമ്പോൾ അറിയാം 224 Gbps ആണ്. അങ്ങനെ വെട്ടിക്കുറക്കലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ വെട്ടിക്കുറക്കലൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നമുക്കറിയാം. NVIDIA RTX സീരീസും ചിലതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. 128 ബിറ്റ് ബസ്സിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ മദർ ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ MSIയുടെ Pro H610M ആണ് വരുന്നത്. ഇത് DDR4 മദർ ബോർഡാണ്. ഇതിൻ്റെ വേറൊരു വെർഷൻ കൂടെ ഉണ്ട്, DDR5 വെർഷൻ. അതിനേക്കാൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് DDR5 റാമും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇത് നമുക്ക് 3200 MHz ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. PCI Gen 4 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഇത്രയും കുറവായിട്ടാണ് ഈ മദർ ബോർഡ് എടുത്തത്. അത്യാവശ്യം നല്ല മദർ ബോർഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ മെമ്മറിയാണ്. ഇവിടെ നമുക്ക് XPG Adatiയുടെ ഗ്രാമിക്സ് D30 ആണ്. DDR4 ആണ്. 8GB ആണ് വരുന്നത്. സിംഗിൾ ചാനലാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ സ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3200 MHz ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി പൈസ ഇടാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ 2 സ്റ്റിക്ക് മേടിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റോറേജിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൂഷ്യലിൻ്റെ P3+ 500GB ഒരു SSD ആണ് വരുന്നത്. PCI 4.0 SSD ആണ്. 4700 MB/s ആണ് ഇതിൻ്റെ ഒരു റീഡ് സ്പീഡ് എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റർ ആയിട്ടുള്ളൊരു SSD തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ Acerൻ്റെ ഒരു E3 എന്ന് പറഞ്ഞ 21.5 ഇഞ്ചിൻ്റെ ഒരു IPS Full HD മോണിറ്ററാണ് വരുന്നത്. ഇതിന് 1 millisecond ആണ് റെസ്പോൺസ് ടൈം വരിക. 100 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 250 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 99% sRGB വരുന്നുണ്ട്. എന്ത് വേണം ഈ പ്രൈസിൽ 5500 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നത് വേറൊരു മോണിറ്ററും ഇല്ല. പിന്നെ AMD ഫ്രീസിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിട്ടുക്കാച്ചി മോണിറ്ററാണ് വരുന്നത്. കാരണം മോസ്റ്റ്ലി എല്ലാവരും PC ബിൽഡിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആരും മോണിറ്റർ കേട്ടത്തില്ല. മോണിറ്ററിൻ്റെ കാര്യം പറയില്ല. മോണിറ്റർ പറയാണ്ടാണ് അവർ PC ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ മോണിറ്റർ ഇല്ലാണ്ട് നമ്മളങ്ങനെ ഗെയിം കളിക്കുക, അത് അവരൊന്ന് മനസ്സിലാക്കണം വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ. നെക്സ്റ്റ് കേസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്യാബിനറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് പറഞ്ഞാൽ ആൻറ്റി സ്പോർട്സിൻ്റെ Elite 1100 എന്ന് പറഞ്ഞൊരു കേസാണ്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് 3 120 mm ഫാൻ വരുന്നുണ്ട് ഇൻടേക്കായിട്ട്. പിന്നെ എക്സോസ്റ്റ് ആയിട്ട് നമുക്കൊരു ബാക്കിലൊരു 120 mm തന്നെ വരുന്നുണ്ട്. പിന്നെ മെഷാണ് ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് 2401 വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ FP550B ആണ്. ഇത് 550 വാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. ഇതിന് അത്രയും ആവശ്യമുള്ളൂ. ബ്രോൺസ് സർട്ടിഫൈഡ് ആണ്. 3085 രൂപയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ടോട്ടൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 42,351. സോ 40,000 2351 കൂടിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. 40,000 താഴെ ഒപ്പിക്കാൻ ഇത്തിരി വളരെ പാടാണ്.
അല്ലെങ്കിൽ ഇനിയും നമ്മൾ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ PC അല്ലെങ്കിൽ ഈ പാർട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇതിനും ബെറ്റർ ആയിട്ടുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.